മെനേറാസ് ബോക്സ്. ഇന്ന് നമുക്ക് ഒരു സ്വാദിഷ്ടമായ പ്ലം കേക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇൻസ്റ്റൻ്റായിട്ട് തന്നെ മുട്ട എടുക്കാതെ വീറ്റ് ഫ്ലോർ വെച്ചാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫസ്റ്റിൽ ഷുഗർ കാരമലൈസ് ചെയ്യണം. അതിനായിട്ട് ഞാൻ ഇപ്പോൾ ഒരു 1/2 കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കുകയാണ്. ഇത്രയും ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇതൊന്ന് അലിയിച്ചെടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് കളർ മാറി വരുമ്പോഴത്തേക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ലൈറ്റായിട്ടൊന്ന് കളർ ബ്രൗൺ ആയി വരുന്നുണ്ട്. കുറച്ചുകൂടെ ഒന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് കരിയരുത്, അതൊന്ന് ശ്രദ്ധിക്കുക. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ബ്രൗൺ ആകണ വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ അത് കരിഞ്ഞ് പുക കയറുകയാണെങ്കിൽ പിന്നെ അത് സ്മെല്ല് വരും. നമുക്ക് ഈ ഷുഗർ കളറിന് വേണ്ടിയിട്ടാണ് നമുക്ക് കാരമലൈസ് ചെയ്തെടുക്കുന്നത്. നല്ല ബ്രൗൺ കളർ വരാനായിട്ടാണ്. നമുക്ക് എക്സ്ട്രാ കളറൊന്നും ആഡ് ചെയ്യണതല്ല. അപ്പോൾ നിങ്ങളിത് ആയിട്ട് കാരമലൈസ് ഷുഗർ ടേസ്റ്റ് ചെയ്യുമ്പോൾ കയ്പ്പായിരിക്കും. നിങ്ങൾ പക്ഷേ കേക്കിന് ആ കയ്പ്പൊന്നും വരത്തില്ല. അതാണ് അതിൻ്റെ പ്ലം കേക്കിൻ്റെ ഒരു പ്രത്യേകത. അതാണ് കാരമലൈസ് ചെയ്ത് ഒഴിക്കണം. അപ്പോൾ നമുക്കിത് നല്ല ഒന്ന് ബ്രൗൺ ആക്കാം. ചെറുതായിട്ട് കളർ മാറി തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ലോയിൽ വെക്കണം, അല്ലെങ്കിൽ വേഗം തന്നെ അത് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുക. തുടക്കത്തിൽ ഹൈ ഫ്ലെയിമിലായിട്ട് ലൈറ്റായിട്ട് ബ്രൗൺ കളർ ആകുമ്പോൾ ഞാൻ ഇപ്പോൾ ഫ്ലെയിം നല്ല ലോ ഫ്ലെയിമിൽ ചെറിയ ബർണറിലേക്ക് മാറ്റാൻ പോവുകയാണ്. ഇത് നല്ല ഡാർക്ക് കളറാകണം, പക്ഷെ കരിയരുത്. അതൊന്നും ശ്രദ്ധിക്കുക. നല്ല കളറായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇപ്പം തീ വേണമെങ്കിൽ ഒന്ന് ഓഫ് ചെയ്തേക്കുക ഇടയ്ക്ക്. അതായത് നല്ല കരിഞ്ഞ് നമുക്ക് ഇതാകണമെങ്കിൽ കയ്പ്പിൻ്റെ ആ പുകയുടെ ഒരു സ്മെല്ല് വരും. അതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾ ഇടയ്ക്ക് ഓഫ് ചെയ്ത് ഓൺ ചെയ്താലും കുഴപ്പമില്ല. കളർ ഇങ്ങനെ ചേഞ്ച് ആയിരുന്നു. ഇപ്പം നല്ല കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിക്കുകയാണ്. പച്ചവെള്ളം ഒഴിക്കേണ്ട. ചൂടുവെള്ളം ഒഴിക്കുമ്പോഴും ശ്രദ്ധിച്ച് ഒഴിക്കുക. എല്ലാം ഒന്നിച്ച് ഒഴിക്കരുത്. കുറേശ്ശായിട്ട് ഒഴിക്കുക. ചൂടുവെള്ളം കുറച്ച് ഒഴിക്കണം. അത് തെറിക്കും. അതുകൊണ്ടൊന്ന് കയ്യിലൊക്കെ വരും. കുറച്ചായിട്ട് ഒഴിക്കുക. ഒന്ന് മാറി നിന്ന് ഒഴിക്കുക. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. കളറെല്ലാം ചേഞ്ചായി നല്ല ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് തണുക്കുമ്പോഴത്തേക്ക് നമുക്ക് കേക്ക് മിക്സ് ഒന്ന് റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ കേക്കിനായിട്ട് ഞാൻ 1 കപ്പ് ആട്ടാപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ ഇപ്പോൾ ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് അരിപ്പയിലിട്ട് ഒരു 3-4 തവണ നിങ്ങൾ അരിച്ച് വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര, അതായത് 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് ഞാൻ ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുള്ളൂ. എൻ്റെ കപ്പ് ഗോതമ്പ് പൊടി എടുത്ത കപ്പ് 250 ml കപ്പാണ് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളത്. 250 ml കപ്പിലാണ് 1 കപ്പ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഹാഫ് ആണെങ്കിൽ ഇപ്പോൾ 125 ml ആണ്. അപ്പോൾ അതിൽ 1/2 കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ഇപ്പോൾ ഒരു ചെറിയ കഷ്ണം പട്ട ഇടുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണമാണ് ഇത്. ഒരു 2 ഏലക്കയുടെ കുരു, അല്ലെങ്കിൽ വലിയ ഏലക്കയാണെങ്കിൽ 1 ഏലക്കയുടെ മതിയാകും. ഇനി ചെറിയ ഏലക്ക ആയതുകൊണ്ടാണ് 2 ഏലക്കയുടെ കുരു എടുത്തിട്ടുണ്ട്. പിന്നെ ക്രാമ്പ് എടുക്കാം. 2 ക്രാമ്പ് എടുത്തിട്ടുണ്ട്. ക്രാമ്പ് എടുക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ മോൾ ഭാഗം ഒരു കുമിള പോലെ ഇരിക്കണം. ഒന്ന് ഇളക്കി കളഞ്ഞിട്ട് വേണം എടുക്കുക. ഇത് നല്ലതല്ല. അപ്പോൾ 2 ക്രാമ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ള്, ഇത്രയേ ഉള്ളൂ, ഒരു നുള്ള് ആനിസീഡാണ്. ഓമം, അയമോദവും പറയുമല്ലോ, അതാണ്. ഒരു നുള്ള് വേണമെങ്കിൽ എടുത്താൽ മതി, അല്ലെങ്കിൽ വേണ്ട. ഇത്രയും നമുക്ക് ഇതിലിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് പൊടിച്ചിട്ട് വരാം. പിന്നെ ഒരു നുള്ളു ഉപ്പ് കൂടെ ഇടണുണ്ട്. ആ മാവിന് ആവശ്യമായ ഉപ്പ് ഇട്ട് ഒന്ന് പൊടിച്ചിട്ട് വരാം. ഇനി നമുക്ക് അപ്പം മിക്സിങ് ചെയ്യാൻ തുടങ്ങാം. അതിനായിട്ട് ഇപ്പോൾ ഒരു 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. കട്ടി തൈരാണ്. ഫ്രിഡ്ജിൽ നിന്ന് വെച്ച് അങ്ങനെ ഡയറക്റ്റായിട്ട് എടുക്കരുത്. തണുപ്പ് മാറിയിട്ട് വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ. മുട്ടയായാലും തൈരായാലും പാലായാലും എല്ലാം കേക്കിന് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ തണുപ്പ് മാറിയിട്ട് വേണം യൂസ് ചെയ്യാൻ. ഇപ്പം ഞാൻ ഇപ്പോൾ 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇത് മുട്ട എടുക്കണില്ല. എഗ്ലെസ് കേക്ക് ആയതുകൊണ്ടാണ് 1/2 കപ്പ് തൈര് എടുക്കുന്നത്. നിങ്ങൾ മുട്ട യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർ 1/2 കപ്പ് തൈരിന് പകരം ഒരു 2 മുട്ട എടുക്കുക. വേറെ എല്ലാം സെയിം ആണ്, ഒരു ചേഞ്ച് ഇല്ല. ഈ തൈരിന് പകരം 2 മുട്ട എടുക്കുക, അത്രയേ ഉള്ളൂ. ഇപ്പം മുട്ട യൂസ് ചെയ്യാത്തവർക്ക് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് 1/2 കപ്പ് തൈര് ഇതിൽ ആഡ് ചെയ്യാം. ഞാൻ ഇതിലേക്ക് ഇനി ഒരു 1/2 കപ്പ് ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ മെൽറ്റഡ് ബട്ടർ എടുക്കുക. റൂം ടെമ്പറേച്ചറിൽ വെച്ച് അത് ഉരുകിയ ബട്ടർ എടുത്താൽ മതിയാകും. ഒരു 1/2 കപ്പാണ്. നമ്മുടെ തൈരും ഓയിലുമായിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾ
ഫോർക്കോ സ്പൂണോ വെച്ച് മിക്സ് ചെയ്താലും മതിയാകും. ഇതൊന്ന് പിരിഞ്ഞതുപോലെ ഇരിക്കും, കുഴപ്പമില്ല. കുറേ കഴിയുമ്പോൾ ശരിയായിക്കോളും, മാവൊക്കെ ഇടുമ്പോൾ ശരിയായിക്കോളും. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കുന്നുണ്ട്. വാനില എസൻസ് ഇല്ലാത്തവർ സ്കിപ്പ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്ക് ഷുഗറിൻ്റെ കൂടെ കുറേ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഇതും കൂടെ ഇടുമ്പോഴാണ് അതിന് പ്ലം കേക്കിന് ഒരു പെർഫെക്റ്റായിട്ട് എല്ലാം അതിൻ്റെ ഒരു മണവും എല്ലാം നല്ല ഇരിക്കും. അതുകൊണ്ട് പറ്റണതും വാനില എസൻസ് ഒന്ന് ആഡ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാരയും കുറച്ച് ഏലക്കായും ക്രാമ്പ് എല്ലാം ഇട്ട് പൊടിച്ച് വെച്ചിരിക്കണമല്ലോ, അതും കൂടെ ഒന്നിട്ട് മിക്സ് ചെയ്യാം നമുക്ക്. ഇതിന് മുമ്പിലും നമുക്ക് വീറ്റ് കേക്കും പിന്നെ ബനാന കേക്ക് എല്ലാം ഇട്ടിട്ടുണ്ട്. കാണാത്തവർ കാണുക. ചോക്ലേറ്റ് കേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാം ഭയങ്കര എളുപ്പമാണ്. ഞാൻ ഇതുവരെ മൈദയിൽ കേക്ക് ഉണ്ടാക്കി കാണിച്ചിട്ടില്ല. പറഞ്ഞാൽ എല്ലാവർക്കും ഹെൽത്തി ആയിട്ട്, വീട്ടിലാകുമ്പോൾ എല്ലാവർക്കും ഹെൽത്തി അല്ലേ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ഹെൽത്തിയായ കേക്കായിട്ട് ഉണ്ടാക്കി കാണിക്കുന്നത്. ഇപ്പോൾ എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഷുഗർ കാരമലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതുകൂടെ ഒന്ന് ആഡ് ചെയ്യാം. ഇപ്പോൾ നല്ല തിക്കായിട്ടുണ്ട്, കണ്ടോ, നല്ല തണുത്തിട്ടുണ്ട്. തണുത്തപ്പോൾ ചെറുതായിട്ട് തിക്കായിട്ടുണ്ട്. അപ്പോൾ ഇതാണ്, അത് കരിഞ്ഞു പോകാതെ പുക കയറാതെ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ മിക്സ് ചെയ്യണം. ഇനി നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കണം മാവ് കുറച്ചായിട്ട് ഇട്ട് മിക്സ് ചെയ്യാം. മാവ് ഇട്ടിട്ട് ഫാസ്റ്റായിട്ട് മിക്സ് ചെയ്യരുത്. മാവ് ഇട്ടിട്ട് ആരും മിക്സിയിലും അടിക്കരുത്. മാവ് ഇട്ടിട്ട് പതുക്കെ വേണം നമുക്ക് മിക്സ് ചെയ്യേണ്ടത്. ഇനി അടുത്ത ഹാഫും കൂടെ ഇടുകയാണ്. എല്ലാം ചേർത്തിടണ്ട, കുറേശ്ശെയായിട്ട് ഇട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഷുഗർ കാരമലൈസ് ഒഴിച്ചതുകൊണ്ടാണ് ഇത്രയ്ക്കും കളർ വന്നിട്ടുള്ളത്. ഗോതമ്പ് പൊടിയാണ്. ഇതൊന്ന് പതുക്കെ മിക്സ് ചെയ്യുക. ഞാൻ വിസ്ക് മാറ്റിയിട്ട് ഇതുപോലത്തെ ഒരു സ്പൂണും എല്ലാം വെച്ച് ഒന്ന് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്യുക. തിരക്കിട്ട് മിക്സിങ് ചെയ്യണ്ട. അപ്പോൾ ഞാൻ ഇത് കുറച്ച് നട്ട്സും, അതായത് ഇത്രയും കുറച്ച് ബദാമും വാൾനട്ടും കാഷ്യൂനട്ട്, വൈറ്റ് റൈസും പിന്നെ ബ്ലാക്ക് റൈസിനും ഉണ്ടായിരുന്നു. കുറച്ച് ഡേറ്റ്സ്, കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി, അതൊക്കെ ഇട്ടിട്ട് ഞാൻ ഇപ്പോൾ ഒരു 2 വീക്സ് ആയിട്ട് സോക്ക് ചെയ്യാൻ വെച്ചിരുന്നതാണ്. ഞാൻ ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരു കുറച്ച് ഹോം മെയ്ഡ് ഡേറ്റ്സ് വായിനുണ്ടായിരുന്നു. അപ്പോൾ അതിലിട്ടാണ് സോക്ക് ചെയ്യാൻ വെച്ചത്. നിങ്ങൾ എന്തിലെങ്കിലും, അതായത് ആൽക്കഹോളോ വൈനോ ഒന്നുമില്ലെങ്കിൽ ജ്യൂസ് എങ്കിലും ഒഴിച്ച് ഒന്ന് 2 വീക്സ് സോക്ക് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ പറ്റിയില്ല, ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കണമെങ്കിൽ കുഴപ്പമില്ല, ഒരു 1 hour വയ്ക്കുക. അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിലും ഇതുപോലെ ഈ നട്ട്സൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കുറച്ച് മാവ് വെതറി അത് മിക്സ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ താഴെ പോകും. അതുകൊണ്ടാണ് മാവ് വെതറുന്നത്. മാവ് വെതറി മിക്സ് ചെയ്തിട്ട് ഇട്ടാലും മതിയാകും. പക്ഷേ ഇങ്ങനെ നമുക്ക് പ്ലം കേക്ക് ആകുമ്പോൾ ഒരു 2 വീക്സ് സോക്ക് ചെയ്ത് വെച്ചിട്ട് എടുക്കുമ്പോഴാണ് അതിൻ്റെ പ്രത്യേക ടേസ്റ്റ് വരുന്നത്. പറ്റിയില്ലെങ്കിൽ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ നട്ട്സ് വേണ്ടെന്നുള്ളവർ നട്ട്സ് സ്കിപ്പ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ വൈന് കൂടെ ആഡ് ചെയ്യണുണ്ട്. വൈനില്ലാത്തവർ 2 ടേബിൾ സ്പൂൺ ജ്യൂസ് ആഡ് ചെയ്യാം. ഏതെങ്കിലും ജ്യൂസ് ആഡ് ചെയ്താൽ മതിയാകും. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ ഹോം മെയ്ഡ് വൈനാണ് യൂസ് ചെയ്യണം. അപ്പം എല്ലാം ആയി പോകുന്നു. നമുക്ക് മിക്സ് ചെയ്യാം. ഇത് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അതായത് നമുക്ക് ഈ നട്ട്സൊക്കെ ഇടുന്നതുകൊണ്ട് അത് തിക്കായിട്ടിരുന്നാലേ കറക്റ്റ് ആവുള്ളൂ. അല്ല ലൂസ് ആകുകയാണെങ്കിൽ നട്ട്സൊക്കെ താഴെ പോവും. ഇത് കറക്റ്റാണ് ഇപ്പോൾ കൺസിസ്റ്റൻസി. അപ്പോൾ ഞാൻ ഇവിടെ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും സ്റ്റവിൽ പാത്രം ഒന്ന് ചൂടാകാൻ വെച്ചതാണ്. ഞാൻ നിങ്ങൾക്ക് അവനിലുണ്ടാക്കി കേക്ക്, വീറ്റ് കേക്ക് ഇതിനു മുമ്പിൽ അവനിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ വേണമെങ്കിൽ ഉണ്ടാക്കാം നമുക്ക്. അതായത് 180 ഡിഗ്രി പ്രീ ഹീറ്റ് ചെയ്ത അവനിലേക്ക് 20 മിനിറ്റ്സ് വെച്ചാൽ മതിയാകും. അപ്പോൾ ഞാൻ എല്ലാവർക്കും ഈസിയാകുന്ന രീതിക്ക് ഞാൻ ഇപ്പോൾ സ്റ്റവിൽ വെച്ചാണ് ഉണ്ടാക്കി കാണിക്കാൻ പോണത്. അപ്പോൾ സ്റ്റവിൽ നിങ്ങൾ സ്റ്റവിൽ കുക്കറായാലും പാത്രമായാലും കുഴപ്പമില്ല, എന്തായാലും അതിൻ്റെ അടപ്പൊന്ന് ഫിറ്റായിരിക്കണം. അങ്ങനത്തത് നോക്കി ട്രൈ ചെയ്യുക. അപ്പോൾ ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് പാത്രം. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ സ്റ്റീലായാലും കുഴപ്പമില്ല. ഇത് കുക്കറിൽ സ്റ്റവിൽ വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് സ്റ്റീലായാലും ഗ്ലാസ് പാത്രമായാലും എന്തായാലും കുഴപ്പമില്ല. ഞാൻ ഇതുപോലൊരു പാത്രം എടുത്ത് അതിലൊരു ബട്ടർ പേപ്പർ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടെ അല്പം ഓയിലോ ബട്ടറോ തടയിട്ട് കുറച്ച് മാവ് വെതറി ഒന്ന് തട്ടി കളഞ്ഞിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ബട്ടർ പേപ്പർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ബനാന കേക്ക് ഉണ്ടാക്കുമ്പോൾ കാണിച്ചിട്ടുണ്ട്. ഒന്നുമില്ല, A4 സൈസ് പേപ്പറിൽ കുറച്ച് ഓയിൽ തടവി എടുത്താൽ മതിയാകും. ബട്ടർ പേപ്പർ നമുക്ക് റെഡിയാകും. അപ്പോൾ ഞാൻ ഈ ബട്ടർ പേപ്പർ ഇടുന്നതും കുറച്ച് ഓയിൽ തടവിയിട്ടാണ് ബട്ടർ പേപ്പർ ഇടുന്നത്. അപ്പോൾ തന്നെ നല്ല അത് സ്റ്റിക്കി ആയിട്ട് അവിടെ ഇരിക്കും, ഫിറ്റായിരിക്കും. ഞാൻ ഓയിലൊന്ന് പുരട്ടി വച്ചിരിക്കുന്നു. അതായത് പേപ്പർ ഇപ്പോൾ നല്ല ഫിറ്റായിട്ട് സ്റ്റിക്കി ആയിട്ട് നല്ല സ്റ്റിക്കായിരിക്കണം. ഇനി ഇതിലേക്ക് മാവ് ഒഴിക്കാം. നമുക്കൊന്ന് തട്ടി വിടാം. തട്ടി വിട്ടിട്ട് ഒന്ന് ലെവൽ ചെയ്യാം.
ഇപ്പം ഞാൻ ഇവിടെ പ്രീ ഹീറ്റ് ചെയ്ത പാത്രമാണ്. ഏതെങ്കിലും ഒരു പാത്രം എടുക്കുക, പക്ഷേ അടപ്പ് നല്ല ഫിറ്റായിരിക്കണം. അല്ലെങ്കിൽ കുക്കർ എടുത്താലും മതിയാകും. കുക്കർ എടുക്കണതായിരുന്ന വാഷർ എല്ലാം ഇടണം, പക്ഷേ മുകളിൽ വിസിൽ മാത്രം വയ്ക്കരുത്. അതായത് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെയാണ്. അപ്പോൾ ഈ പാത്രം എനിക്ക് നല്ല തിക്കാണ്. അടി നല്ല ബേസ് നല്ല തിക്കായതുകൊണ്ട് ഞാൻ അകത്ത് ഒന്നും ഇട്ടിട്ടില്ല. ബേസ് തിക്കല്ലാത്തതാണെങ്കിൽ നിങ്ങൾ കുറച്ച് ഉപ്പോ അല്ലെങ്കിൽ മണലോ എന്തെങ്കിലും ഇടണം, അല്ലെങ്കിൽ ആ പുകയുടെ സ്മെല്ല് വരും. ഇപ്പം ഞാൻ ഇത് നല്ല ചൂടായിട്ട് ഒരു 10 മിനിറ്റ് നിങ്ങൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വയ്ക്കുക. അതായത് ഓവൻ നമുക്ക് പ്രീ ഹീറ്റ് ചെയ്യണത് പോലെയാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ ഒന്നും തന്നെ ഇട്ടിട്ടില്ല, പക്ഷേ എന്തെങ്കിലും ഒരു സ്റ്റാൻഡ് നമുക്ക് വയ്ക്കണം. ഇതുപോലെ എന്തെങ്കിലും കുക്കർ വാങ്ങിക്കുമ്പോൾ ഉള്ള സ്റ്റാൻഡോ അല്ലെങ്കിൽ ഇതുപോലത്തെ പാത്രത്തിൻ്റെ താഴെ വെക്കുന്ന സ്റ്റാൻഡോ, ഒന്നുമില്ലെങ്കിൽ ഒരു ഇഡ്ഡലി തട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ടിഫൻ ബോക്സ് അങ്ങനെ ഇട്ടാൽ മതിയാകും. അപ്പോൾ എന്തെങ്കിലും ഒരു സ്റ്റാൻഡ് ഇട്ടിട്ട് നമുക്ക് ബാറ്റർ അകത്ത് ഇറക്കി വെക്കാം. എനിക്ക് നല്ല ചൂടായിട്ടുണ്ട്. ഞാൻ അകത്ത് ഇറക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് കാഷ്യൂനട്ട് ചുമ്മാ ഡെക്കറേഷന് വേണ്ടി മുകളിലിട്ട്, ഇത് ആവശ്യമില്ല, ക്യാമറയ്ക്ക് വേണ്ടി ഇട്ടതാണ്. അപ്പോൾ നിങ്ങൾ വയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, സൈഡിൽ പാനിൽ ടച്ച് ചെയ്യാതിരിക്കണം നമുക്ക് വയ്ക്കണ ബാറ്റർ. ഇത് അതായത് സൈഡിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ അത് ടെമ്പറേച്ചർ കൂടുതലാകും. അതുകൊണ്ട് ടച്ച് ചെയ്യാതെ വയ്ക്കുക. നമുക്ക് വെച്ചിട്ട് ഒരു 15 to 20 മിനിറ്റ്സ് ആകുമ്പോൾ നമുക്ക് ഒന്ന് പതുക്കെ ഓപ്പൺ ചെയ്ത് നോക്കാം. തീ ആണെങ്കിൽ ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട്, ഇപ്പം മീഡിയം ഫ്ലെയിമിലാണ് വയ്ക്കുക. 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിലാക്കുക. ഒരു 10 മിനിറ്റ്സ് അല്ല 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിലാക്കുക. ടേസ്റ്റിയായ വീറ്റ് പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് വലുതായിട്ട് തണുത്തില്ല, നിങ്ങൾ തണുത്തിട്ട് വേണം അത് ഇളക്കിയെടുക്കേണ്ടത്. ഞാനിപ്പം ഒരുവിധം തണുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഒന്നും ഒട്ടിയിട്ടില്ല. നമുക്ക് ബട്ടർ പേപ്പർ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ഒന്ന് ഡസ്റ്റ് ചെയ്ത് എടുത്താൽ മതിയാകും. നല്ല എളുപ്പത്തിൽ തന്നെ വരണം. താഴെ ഒന്നും പിടിച്ചിട്ടില്ല, നല്ല സോഫ്റ്റുമാണ്. കണ്ടോ? നിങ്ങളിത് ഇപ്പോൾ ഉടനെ കഴിക്കണതിനേക്കാളും ഒരു 2 ഡേയ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ കട്ട് ചെയ്ത് കഴിക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് കൂടുതൽ. പ്ലം കേക്ക് പൊതുവെ അങ്ങനെയാണ്, വച്ചിരുന്ന് കഴിക്കുമ്പോഴാണ് നമുക്ക് ടേസ്റ്റ് കൂടുതൽ. അപ്പം നമ്മുടെ ടേസ്റ്റിയായ കേക്ക് ഒന്ന് മുറിച്ച് നോക്കാം. നല്ല സോഫ്റ്റാണ്. കണ്ടോ? ഇത് നിങ്ങൾ മുട്ട യൂസ് ചെയ്യണവർ തൈരിന് പകരം മുട്ട ഇടാം. നല്ല സോഫ്റ്റാണ്, നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മനേറാസ് ബോക്സിന് സൈഡിൽ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിരിക്കുന്നത് കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ബെൽ ഓപ്ഷൻ വരും. അതുകൂടെ ക്ലിക്ക് ചെയ്താൽ ഓളെന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാകും. അതും ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. താങ്ക് യു.